എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL-ൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഡൽഹിക്കെതിരെ മികച്ച വിജയം നേടി രാജസ്ഥാൻ റോയൽസ്. ഇന്ന് ടോസ് നേടിയ ഡൽഹി ബൗളിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. ഡൽഹിക്കെതിരെ ബാറ്റിംഗ് തകർച്ച നേരിട്ട ടീമിനെ ഭേദപ്പെട്ട സ്കോറിലേക്ക് റിയാൻ പരാഗ് എത്തിച്ചപ്പോൾ ഒപ്പം രവിചന്ദ്രൻ അശ്വിനും ധ്രുവ് ജുറലും നിർണായക പങ്കാണ് വഹിച്ചത്. ഒരു ഘട്ടത്തിൽ 36-3 എന്ന നിലയിൽ പരിങ്ങിലായിരുന്ന രാജസ്ഥാന് 185 റൺസാണ് ഇന്നിംഗ്സ് അവസാനിച്ചപ്പോൾ നേടിയത്. പതിഞ്ഞ തുടക്കമായിരുന്നു രാജസ്ഥാന്റേത്. യശസ്വി ജയ്സ്വാളിനെ മുകേഷ് കുമാർ പുറത്താക്കിയപ്പോൾ താരത്തിന്റെ അടുത്ത ഓവറിൽ 3 ബൗണ്ടറി നേടി സഞ്ജുവാണ് സ്കോറിംഗ് വേഗത വർദ്ധിപ്പിച്ചത്. എന്നാൽ പവർ പ്ലേക്കുള്ളിൽ തന്നെ സഞ്ജുവിനെയും രാജസ്ഥാന് നഷ്ടമായി. 14 പന്തിൽ 15 റൺസായിരുന്നു സഞ്ജു നേടിയത്. ഖലീൽ അഹമ്മദിനായിരുന്നു വിക്കറ്റ്. 6 ഓവർ അവസാനിക്കുമ്പോൾ രാജസ്ഥാന് 31-2 എന്ന നിലയിലായിരുന്നു. പവർ പ്ലേക്ക് ശേഷം സ്പിന്നർമാർ രംഗത്തെത്തിയപ്പോൾ റൺസ് കണ്ടെത്തുവാൻ രാജസ്ഥാൻ പ്രയാസപ്പെട്ടു. കുൽദീപ് യാദവ് ജോസ് ബട്ട്ലറെ വിക്കറ്റിന് മുന്നിൽ കുടുക്കിയപ്പോൾ രാജസ്ഥാന് 3ാം വിക്കറ്റ് നഷ്ടമായി. പിന്നീട് രവിചന്ദ്രൻ അശ്വിനും റിയാൻ പരാഗും ചേർന്ന് കരുതലോടെ രാജസ്ഥാനെ മുന്നോട്ട് നയിച്ചു. അശ്വിന് കുൽദീപിനെ ഒരു സിക്സും നോർക്കിയെ 2 സിക്സും പറത്തിയപ്പോൾ റിയാൻ പരാഗ് കുൽദീപിനെതിരെ സിക്സർ നേടി. ഈ കൂട്ടുകെട്ട് 54 റൺസുമായി മുന്നോട്ട് പോകുമ്പോൾ അശ്വിനെ അക്സർ പുറത്താക്കി. 19 പന്തിൽ 29 റൺസായിരുന്നു അശ്വിൻ നേടിയത്. 15ാം ഓവറിൽ ഖലീൽ അഹമ്മദിനെ തുടരെയുള്ള പന്തിൽ ഒരു സിക്സും 2 ഫോറും നേടി റിയാൻ പരാഗ് രാജസ്ഥാൻ ക്യാമ്പിൽ ആവേശം കൊണ്ടുവന്നു. ഈ ഓവറിൽ തന്നെ രാജസ്ഥാന്റെ സ്കോർ 100 കടന്നു. ഇന്നിംഗ്സ് അവസാന 5 ഓവറിലേക്ക് കടന്നപ്പോൾ രാജസ്ഥാൻ 108-4 എന്ന നിലയിലായിരുന്നു. മുകേഷ് കുമാറിനെ 16ാം ഓവറിൽ ഒരു ബൗണ്ടറിയും അവസാന പന്തിൽ സിക്സും നേടി റിയാൻ പരാഗ് 34 പന്തിൽ നിന്ന് തന്റെ അർദ്ധശതകം നേടി. കുൽദീപിന്റെ 17ാം ഓവറിൽ ജുറൽ ഒരു ബൗണ്ടറി നേടിയപ്പോൾ അവസാന പന്തിൽ സിക്സർ പറത്തി റിയാൻ പരാഗ് ഓവറിലെ റൺസ് 15 ആക്കി. അടുത്ത ഓവറിൽ നോർക്കിക്കെതിരെ ബൗണ്ടറി നേടി തുടങ്ങിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ 12 പന്തിൽ 20 റൺസ് നേടി ജുറൽ മടങ്ങി. 6ാം വിക്കറ്റിൽ പരാഗിനൊപ്പം ഹെറ്റ്മെറും വലിയ ഷോട്ടുകളുമായി രംഗത്തെത്തിയപ്പോൾ രാജസ്ഥാൻ മികച്ച സ്കോറിലേക്ക് നീങ്ങി. മുകേഷ് കുമാർ എറിഞ്ഞ 19ാം ഓവറിലും 15 റൺസാണ് പിറന്നത്. അവസാന ഓവറിൽ ആന്റിക് നോർക്കിയെ 25 റൺസിനാണ് പരാഗ് പായിച്ചത്. 3 ഫോറും 2 സിക്സും ഓവറിൽ നിന്ന് വന്നപ്പോൾ അവസാന പന്തിൽ താരം ഒരു റൺസ് നേടി. പരാഗ് 45 പന്തിൽ 84 റൺസ് നേടിയപ്പോൾ ഷിംറൺ ഹെറ്റ്മെർ 7 പന്തിൽ 14 റൺസ് നേടി. ഈ കൂട്ടുകെട്ട് 16 പന്തിൽ 43 റൺസാണ് നേടിയത്. അവസാന 5 ഓവറിൽ 77 റൺസാണ് രാജസ്ഥാൻ റോയൽസ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ ഡൽഹിക്ക് ആദ്യം മുതൽ പിഴക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 3ാം ഓവറിൽ തന്നെ വെടിക്കെട്ട് ഓപ്പണർ മിച്ചൽ മാർഷിനെ ഡൽഹിക്ക് നഷ്ടമായി. 12 പന്തിൽ 23 റൺസ് ആണ് താരത്തിന്റെ സമ്പാദ്യം. ബർഗറിനാണ് വിക്കറ്റ് ലഭിച്ചത്. തൊട്ടടുത്ത പന്തിൽ തന്നെ 3ാം നമ്പരിൽ എത്തിയ റിക്കിയും പുറത്തായി. എന്നാൽ ക്യാപ്റ്റൻ പന്തും ഓപ്പണർ വാർണറും ചേർന്ന് ഡൽഹി ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. ഇരുവരും മികച്ച പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തി എങ്കിലും ചാഹൽ പന്തിനെ പുറത്താക്കി ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർ പൊരുതി നോക്കിയെങ്കിലും അവസാനം സഞ്ജുവിന്റെ തന്ത്രത്തിന് മുന്നിൽ മുട്ടുകുത്തുകയായിരുന്നു ഡൽഹി. ഇന്നത്തെ വിജയത്തോടെ രാജസ്ഥാൻ 4 പോയിന്റ് നേടി ചെന്നൈക്ക് ഒപ്പം എത്തി. ഇന്ന് രാജസ്ഥാനിനെ വിജയിപ്പിക്കാൻ വേണ്ടി സഞ്ജു വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ